കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 5 1 മുതലുള്ള തിരുവചന ഭാഗം. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസറത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരോ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളങ്ങളിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സബദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ച ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളെല്ലാം നമ്മൾ വചനവെളിച്ചത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചും നമ്മൾ അവിടെ നിന്ന് വളർന്ന് ശിഷ്യത്വത്തിൽ എത്തേണ്ടതിനെക്കുറിച്ചുമാണ്. അതാണ് നമ്മുടെ വിളി. കർത്താവ് തന്നെ ഉത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത, അപ്പസ്തോലന്മാർക്ക് കൊടുത്തൊരു നിർദ്ദേശം, നിങ്ങൾ പോയി ലോകമെങ്ങുമുള്ള എല്ലാവരെയും ശിഷ്യപ്പെടുത്തുവിൻ. മാമോദീസ സ്വീകരിച്ചാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് പള്ളിയിൽ പോയാൽ പോരാ, കുർബാന സ്വീകരണം നടത്തിയാലും പോരാ, എവിടെയെങ്കിലൊക്കെ ആരെ പാവപ്പെട്ടവരെ കാണുമ്പോൾ ഇച്ചിരി പൈസ സഹായം കൊടുത്താലും പോരാ. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത സാഫല്യം എന്ന് പറയുന്നത് ശിഷ്യത്വം ഏറ്റെടുത്ത് സ്വർഗത്തിലെത്തണം. സ്വർഗത്തിലെത്താൻ അതേക്കാൾ കുറഞ്ഞ ഒരു കാര്യം കൊണ്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. മർക്കോസ് 12:30 വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. പൂർണ്ണതയില്ലാത്ത ഒരു കാര്യമായിട്ട് എൻ്റെ അടുത്തേക്ക് പോരണ്ടാകും. അപ്പം അതുകൊണ്ട് ഈ വിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതാണ് ശിഷ്യത്വം. അത് നാം ലക്ഷ്യമാക്കണം. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം എന്നുള്ളത് കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ 6-7 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ശിഷ്യത്വത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ വായനകളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാണാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആത്മീയ പഠനം ആവശ്യമാണ്. ആത്മീയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മൾ വാതുറക്കുമ്പോഴേ കർത്താവേ ഇക്കാര്യം നടത്തി തരണേ, ഈ പ്രശ്നം തീർത്തു തരണേ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് ആത്മീയമായിട്ട് പഠിച്ചവരായി മാറാൻ പറ്റണം. മത്തായി 11:28 നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമില്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എൻ്റെ അടുക്കലിരുന്ന് എന്നിൽ നിന്നും പഠിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈ പഠിക്കാനുള്ള താല്പര്യമില്ലാതെയും ഒരുപക്ഷെ നമുക്ക് ആശ്വാസം കിട്ടിയേക്കാം. മറ്റാരെങ്കിലും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സൽഫലമായിട്ട് നമുക്ക് സൗഖ്യം കിട്ടിയേക്കാം. പക്ഷെ അതൊന്നും നിലനിൽക്കണമെന്നില്ല, അതൊന്നും നമ്മെ സ്വർഗത്തിൽ എത്തിക്കണമെന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ അടുക്കലിരിക്കുക, എന്നിൽ നിന്നും പഠിക്കുക.
മത്തായി 6:33 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കി ദൈവം കൂട്ടിച്ചേർത്ത് തരും. ഈ ദൈവരാജ്യം അന്വേഷിക്കാതെ ഉണ്ട് കൂട്ടിച്ചേർത്ത് തരിക, എൻ്റെ ഇക്കാര്യം നടത്തി തരിക എന്നും പറഞ്ഞ് രാവും പകലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഒരു ശിഷ്യത്വം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നമുക്ക് ആത്മീയ പഠനം വളരെ ആവശ്യമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ഈ പഠനം കിട്ടിയവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാവും. ഇനി പറഞ്ഞ പോലെ വാതുറക്കുമ്പോഴേ ആവശ്യം നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മറ്റ് രീതിയിലുള്ള പ്രാർത്ഥനകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഉയരും. നമുക്കറിയാലോ, യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. എൻ്റെ ആദ്യ ഭാഗം മുഴുവൻ എന്താ? ദൈവം, ദൈവരാജ്യം, ദൈവസ്തുതി, ദൈവാരാധന, ഇതെല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് അന്നന്ന് വേണ്ടുന്ന ആഹാരം. അപ്പം അതിനു മുമ്പുള്ള ഒരു ഭാഗമുണ്ട്, ഒരു പ്രധാനപ്പെട്ട ഭാഗം ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നത്. ഇവിടെ ഇന്നലകളിലേക്ക് നോക്കിയാൽ, ഇതുവരെയുള്ള നമ്മുടെ ജീവിതം നോക്കിയാൽ, നമ്മുടെ പ്രാർത്ഥന ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാനായിരുന്നോ, നമ്മുടെ ആവശ്യം പറയാനായിരുന്നു? മിക്കവാറും പേരൊക്കെ കണ്ടെത്തേണ്ടി വരും, ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ചത് എൻ്റെ കർത്താവ് ഇക്കാര്യം നടത്തി തരണേ, ഇക്കാര്യം നടത്തി തരണേ, അവരുടെ കാര്യം, എൻ്റെ കാര്യം, സകലരുടെയും കാര്യം നടത്തി തരണം. ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ മറന്നുപോയോ? യെശയ്യാ 43, 20, 21 വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച എൻ്റെ ജനം അത് ചെയ്യുന്നില്ല. കുറുനരികളും ആകാശപക്ഷികളുമൊക്കെ എന്നെ അതിൻ്റേതായ രീതിയിൽ സ്തുതിച്ചാരാധിക്കുന്നുണ്ട്. പക്ഷേ എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ച എൻ്റെ ജനം അത് ചെയ്യുന്നില്ലെന്ന് വേദനയോടെയാണ് ദൈവം ഇക്കാര്യം പറയുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മീയ പഠനം എടുക്കണം. എന്നിട്ട് അതനുസരിച്ച് നമ്മുടെ പ്രാർത്ഥന ക്രമീകരിക്കണം. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ ക്രമീകരിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമതൊരു കാര്യം, ശിഷ്യത്വത്തിന് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അനുതാപം. നമ്മൾ കണ്ടു ഇന്നത്തെ ആദ്യ വായനയിൽ യെശയ്യാ സ്വർഗം ദർശിക്കുന്ന ഒരു രംഗമാണ്. അത് കണ്ടിട്ട് അവിടെ ഇരുന്ന് വിറച്ച് ആ മനുഷ്യൻ പറയാണ്, അയ്യോ ഞാൻ അശുദ്ധൻ, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനാണ്. അല്ല, ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ നമ്മുടെ അവസ്ഥ? ഇതല്ലേ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം? ഒരുപാട് അശുദ്ധിക്ക് സ്ഥാനം ലഭിച്ച കുടുംബങ്ങൾ, ആ കുടുംബത്തിൽ വസിക്കുന്നവർ, അത് മാതാപിതാക്കളെന്നോ മക്കളെന്നോ ഇല്ല. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എൻ്റെ ജഡസുഖം, എൻ്റെ ഈ ലോക ജീവിതം കുറച്ചുകൂടെ വേണമെങ്കിൽ സുഖപ്രദമാക്കുക, അതിന് എന്തശുദ്ധിയും പോരട്ടെ. ഇതെല്ലാം നമ്മുടെ കാഴ്ചപ്പാടെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. യെശയ്യാ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഞാൻ അശുദ്ധൻ, ഞാൻ ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ വസിക്കുന്നവനാണ്. അങ്ങനെ അനുതാപത്തോടെ അവനിത് പറഞ്ഞതേ സറാഫുകളിൽ ഒന്ന് വന്ന് ഒരു തീക്കട്ട കൊണ്ട് അവനെ ശുദ്ധീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടെ കൂടെ കുമ്പസാരിക്കുന്നത്, ദൈവവചനം കേട്ട് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നത്, പരിശുദ്ധാത്മാവാകുന്ന അഗ്നിക്കായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഈ ശുദ്ധീകരണം പ്രാപിക്കുന്നത്. ഇത് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശുശ്രൂഷ. മൂന്നാമത്തെ കാര്യം അതാണ്, ശുശ്രൂഷ ജീവിതം. അത് ദൈവം അതിലേക്ക് നമ്മളെ വിളിക്കുന്നുണ്ട്. ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറണം. അതിന് നമുക്ക് ഈ വിശുദ്ധീകരണം ആവശ്യമാണ്. സെഫാനിയ 3-ാം അധ്യായം 9-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ എൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരുടെ അധരങ്ങളെ ഞാൻ ശുദ്ധീകരിക്കും. അധരവിശുദ്ധി, ഹൃദയവിശുദ്ധി, ഈ രണ്ട് കാര്യങ്ങളില്ലാതെ ശുശ്രൂഷ ചെയ്തിട്ട് കാര്യമില്ല. ഈ രണ്ട് കാര്യങ്ങളുള്ളവർ ശുശ്രൂഷ ചെയ്താൽ ആ ശുശ്രൂഷ ഫലപ്രദമാകും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങൾ സന്തോഷപൂർവ്വം
ഏറ്റെടുത്ത് അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് വചനത്തിൽ നിലനിൽക്കാൻ പറ്റണം. വചനത്തിൽ നിലനിൽക്കാൻ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നവർ വചനത്തിൽ നിലനിൽക്കണം. നിങ്ങൾ സുവിശേഷം ഏറ്റെടുക്കണം, ആ സുവിശേഷം ജീവിക്കണം, അതിൽ നിലനിൽക്കണം. അങ്ങനെയുള്ളവർക്ക് എൻ്റെ ശിഷ്യരാകാൻ സാധിക്കും എന്നുള്ളത് ഈ വചനഭാഗം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദൈവവചനം കേൾക്കാനും ആ ദൈവവചനം ജീവിക്കാനുമുള്ള ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടോ? നമുക്കൊരു ആഴമായിട്ടുള്ള ആഗ്രഹം നമുക്കുണ്ടോ? നമ്മൾ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കണ്ടു, ആഴത്തിലേക്ക് വലയിറക്കിയപ്പോഴാണ് വലിയൊരു മീൻപിടുത്തം അവിടെ നടന്നത്. കർത്താവ് പറഞ്ഞതനുസരിച്ച് വലയിറക്കിയപ്പോഴാണ് അവിടെ വലിയ ഒരു മീൻപിടുത്തം ഉണ്ടായത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. അഞ്ചാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ കേട്ട വചനം പ്രചരിപ്പിക്കുന്നവരായിട്ട് മാറണം. ദൈവത്തിൻ്റെ വചനം കേട്ടാൽ പോരാ, ദൈവാനുഭവം നമുക്കുണ്ടായാൽ പോരാ, അത് പ്രചരിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. നമുക്ക് കാണാൻ സാധിക്കും, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലൂടെ ഒന്ന് കടന്നു പോയാൽ സമറിയാക്കാരി സ്ത്രീയുടെ സംഭവം അവിടെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ കാണുന്നത്, അവള് യേശുവിനെ കണ്ടുമുട്ടി, യേശുവുമായിട്ട് ഒരു സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായൊരു കാര്യം, അവിടെ കൈവശമുണ്ടായിരുന്ന സകലതും വിട്ടിട്ട് അവർ ഓടുന്ന കാണാൻ പറ്റും. ഇന്നത്തെ സുവിശേഷഭാഗത്ത് നമ്മൾ കണ്ടു, വലിയൊരു മീൻപിടുത്തം, 2 വള്ളം നിറച്ച് മീൻ കിട്ടി. വിൽക്കാൻ പോയോ എന്ന് പോലും നമുക്ക് തോന്നില്ല. അവരെല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അവർ അനുഗമിച്ചു എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 2 വള്ളം നിറയെ മീൻ കിട്ടിയതും അതുകൊണ്ട് വിറ്റിട്ട് ആ പണം കൊണ്ട് വേണമെങ്കിൽ ഫുഡ് അടിക്കുന്നതോ ആഭരണം വാങ്ങിക്കുന്നതോ അങ്ങനെ ജീവിതത്തിൽ കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് അതല്ല അവർക്ക് പ്രധാനപ്പെട്ടത്. അവരിങ്ങനെ ഒരു സംഭവം കണ്ടത്, യേശുവിനെ തിരിച്ചറിഞ്ഞത്, ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് അവൻ്റെ പിന്നാലെ പോകുന്നത് കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നമുക്ക് പറ്റാറുണ്ടോ? അതോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഒരു വശം പൊക്കോളും, എൻ്റെ ജീവിതം ഞാൻ പഴയതുപോലെ തന്നെ എനിക്ക് വേണ്ടി ജീവിച്ച് ഞാൻ മുമ്പോട്ട് പോകും, അതാണോ പലപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നും വരാറുള്ളത്? നാം കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ആറാമതായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് എളിമയിൽ വളരാൻ പറ്റണം. അങ്ങനെയുള്ളവരാണ് ശിഷ്യത്വത്തിന് യോഗ്യരാകുന്നത്. എളിമ. പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഗലാത്യർ 2:20 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ്. നമ്മളിന്ന് ആത്മായ ശുശ്രൂഷകരാണേലും വൈദികരാണേലും മെത്രാന്മാരാണേലും ആരാണെങ്കിലും ചിന്തിച്ചോ, ഞാൻ എൻ്റെ ഇഷ്ടം അതനുസരിച്ച് ബാക്കിയുള്ളവർ പെരുമാറുന്നില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ ശിഷ്യത്വം എന്താണെന്ന് അറിഞ്ഞിട്ടുമില്ല, അതിലേക്ക് വന്നിട്ടുമില്ല. നമുക്ക് ഈ കള്ളനാണയം നല്ല നാണയത്തിൽ നിന്നും വേർതിരിച്ച് കാണാൻ സാധിക്കണം, അതാരാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിയായ ആത്മീയത, അതാണ് നമുക്ക് വേണ്ടത്, അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അതിന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഞാനെന്നുള്ളത് ഇല്ലാതാകണം. എന്നിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളണം, മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളണം. അവരിങ്ങോട്ട് എനിക്ക് ഒന്നും തരുന്നില്ലെങ്കിൽ പോലും എനിക്ക് എന്തുമാത്രം അങ്ങോട്ട് കൊടുക്കാൻ പറ്റും, ദൈവത്തിന് കൊടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്ത. കറതീർന്ന ആത്മീയതയുടെ പ്രധാനപ്പെട്ട ഒരു അടയാളമായിട്ട് പൗലോസ്ലീഹ ഇത് എടുത്തു കാണിക്കുന്നത് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള അഭിഷേകം എന്ന് പറഞ്ഞാൽ ശരീരത്ത് കുറച്ച് കുളിര് കോരിയാൽ മതിയോ? അത്ഭുതകരമായ ഒരു സൗഖ്യം നമുക്ക് കിട്ടിയാൽ മതിയോ? അതിനേക്കാളെല്ലാം ആധ്യാത്മികത എടുത്തു കാണിക്കുന്ന ഒരു കാര്യം റോമ 8:35 മുതൽ വായിച്ചാൽ അവിടെ കാണാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? സഹനമോ പീഡനമോ പട്ടിണിയോ പഞ്ഞമോ ആപത്തോ നഗ്നതയോ വാളോ ഈ ലോകത്തിനോ മരണത്തിനും പോലും പറ്റില്ല. ഇന്ന് ചിലർക്ക് മറ്റാരുടെയോ ഒരു കമൻറ്റ് അവർ പ്രതീക്ഷിച്ചതുപോലെ അല്ല വന്നേ.
അവർക്ക് ഇച്ചിരി വേദനാജനകമായ ഒരു കമൻ്റ്, ഒരു സംസാരം, അത്രയും മതി ദൈവത്തിൽ നിന്നും, ദൈവവചനത്തിൽ നിന്നും, ദൈവസ്നേഹത്തിൽ നിന്നെല്ലാം അകന്നു പോകാൻ. അവർ ശിഷ്യത്വം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ശിഷ്യത്വത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവസാനമായിട്ട് നമുക്ക് ശിഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് നാം എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. വചനത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം. എസെക്കിയേൽ 2-ാം അധ്യായം വായിച്ചാൽ അത് കാണാൻ പറ്റും. ജെറമ്യായുടെ പുസ്തകം 20-ാം അധ്യായം വായിച്ചാൽ വചനത്തെ പ്രതി നിരന്തരം എനിക്ക് സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്നു എന്ന് ജെറമ്യ പറയുന്നുണ്ട്. എങ്കിലും കർത്താവിനെ വിട്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം അവിടുത്തെ വചനം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ അസ്ഥികൾക്കിടയിൽ അഗ്നി പോലെ ജ്വലിക്കുന്നു. ഇങ്ങനെ ഒരു ജ്വലനം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ, ഒരു വചനം നമ്മുടെ അസ്ഥികൾക്കിടയിൽ ജ്വലിക്കുന്നൊരനുഭവം എന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, മനുഷ്യരെ നോക്കി നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ ദൈവത്തെ നോക്കി ജീവിക്കും. കിട്ടിയ ആ ദൈവാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നാം ജീവിക്കാൻ സന്നദ്ധരാകും. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമെന്ന് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കാൻ. ഇതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.